ശരിയാ. ഈ രാഷ്ട്രീയത്തിലെത്താൻ വൈകിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാനിപ്പം നിയമസഭയിൽ മത്സരിക്കാൻ എത്തിയതും വൈകിട്ട് പോലുമില്ല. ഒരുപാട് നേരത്തെയാണ് ഉം. യഥാർത്ഥത്തില്. കാരണം ഇന്നിപ്പം 50 വയസ്സുള്ള ഒരാളും രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ് യഥാർത്ഥത്തില്. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് അവസരം കിട്ടാത്ത സമയങ്ങളുണ്ട്. ഇപ്പം നമുക്കൊരു മണ്ഡലത്തെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യമെങ്കിലും ലഭിച്ചു. ഇപ്പോൾ രാവിലെ ജോയിച്ചേട്ടൻ വിളിച്ചപ്പോഴും അതാണ് പറഞ്ഞത്. ഉം. നീ ഏത് മുന്നണിയിൽ നിന്ന് മത്സരിച്ചാലും ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് പോകുമെന്നൊരു പ്രതിധ്വനി നിനക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നിൻ്റെ ഒരു വലിയ വിജയമാണ്. ഉം. അത് സന്തോഷമാണ്. പിന്നെ എത്താൻ വൈകിട്ടൊന്നുമില്ല. നേരത്തെ തന്നെയാണ്. നേരത്തെയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഒരുപക്ഷേ ഈ 30ാമത്തെ വയസ്സിൽ എനിക്കിങ്ങനെ അവസരം ലഭിച്ചാൽ ചിലപ്പം പക്വതയില്ലായ്മ കൊണ്ടോ അനുഭവങ്ങളുടെ ഒരു ബലമില്ലാത്തത് കൊണ്ടോ ചിലപ്പം അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. ഉം. ഇപ്പോഴങ്ങനല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൻ്റെ ഏറ്റവും പടുകുഴി വരെ പോയവനാണ്. സക്സസ് ആയവനാണ്. അപ്പം ഇത് രണ്ടും എനിക്കറിയാം. ഉം. 2 തരം മനുഷ്യരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ എത്തുകയാണെങ്കിൽ ഉം. ചില മാറ്റങ്ങൾ കൊണ്ടുവരും, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറയാറുണ്ട്. തൃക്കാക്കരയിൽ ജയിക്കുകയാണെങ്കിൽ 5 വർഷത്തേക്ക് എന്തൊക്കെ പുതിയ മാറ്റങ്ങളായിരിക്കും അല്ല, അഖിൽമാരാർ ഞാൻ കൊണ്ടുവരിക? അങ്ങനെ പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ, ഉം. പലതും കള്ളത്തരമായി പോകും. ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുമില്ല. കാര്യം ഒരു എംഎൽഎക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എംഎൽഎ ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അയാളുടെ പാർട്ടിയുടെ ആളായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം. രണ്ടായാലും എൻ ഡി എയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നാലും ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം അതേപടി ചെയ്യണമെന്നൊന്നുമില്ല. ഉം. കാര്യം എൻ ഡി എയുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും അവരുടേതായ ചില പോളിസീസ് ഉം. ഉണ്ടാകും. ആ പോളിസീസ് ഏറ്റവും മനോഹരമായി എക്സിക്യൂട്ട് ചെയ്യാനാണ് ഒരു എം എൽ എ അവരുടെ മണ്ഡലത്തിൽ ശ്രമിക്കുന്നത്. അതോടൊപ്പം ആ മണ്ഡലത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആ മണ്ഡലത്തിൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ കാണും. അത് നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും. കാര്യം അത് ആ മണ്ഡലത്തിലെ ജനതയുടെ ആവശ്യമാണ്. ഉം. ഇപ്പം നമ്മുടെ ഫ്ലാറ്റുകളിൽ കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഡിഫറൻറ്റ്. നമ്മുടെ ഈ അധികാരം എന്ന് പറഞ്ഞ് വികേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ മത്സരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഭാഗമാണ്, മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു അധികാര പരിധിയുണ്ട്, കോർപ്പറേഷൻ്റെ അധികാര പരിധിയുണ്ട്, അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പുറത്ത് എം എൽ എ എന്ന് പറയുമ്പോഴത്തെ നിയമനിർമ്മാണ സഭയിൽ സംസാരിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഒരു നിയമം നിർമ്മിക്കാൻ ശേഷിയുള്ളതിൽ ഒരു വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ ശേഷിയുള്ള ഒരുവരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നയങ്ങളെ അതിശക്തമായി വിമർശിക്കേണ്ട ഒരു ഇടമാണ് നിയമസഭ. അപ്പോൾ ഇവിടെ പോയിട്ട് മിണ്ടാതെ മണ്ണുണ്ടാക്കാനായി ഇരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഉം. അവിടെ സംസാരിക്കുമ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ തൃക്കാക്കരയിലെ ജനതയ്ക്ക് ഒരു പ്രശ്നം വരികയും ആ പ്രശ്നം ഞാൻ സമൂഹത്തോട് അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി പറ്റുന്നുണ്ട്. പക്ഷേ ഇതേ പ്രശ്നം സോഷ്യൽ മീഡിയ വഴി അഡ്രസ്സ് ചെയ്താൽ ആരും കേൾക്കില്ല. ഞാൻ നിയമസഭയിൽ പോയി സംസാരിച്ചാൽ മുഖ്യമന്ത്രി അത് കേൾക്കേണ്ടി വരും, അവർ മറുപടി പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് പെരുമാറാനും, അതല്ല നാളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുപാട് കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റും, അത് ചെയ്യാനും സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി എൻ്റെ മണ്ഡലത്തിലും വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞിന് പാല് കിട്ടുമെന്നുണ്ടെങ്കിൽ മനോഹരമായി കരഞ്ഞ ആ പാല് മേടിച്ച് തൃക്കാക്കരക്കാർക്ക് കൊടുക്കാനൊക്കെ എനിക്ക് പറ്റും. ഉം. അല്ലാതെ വാഗ്ദാനങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആരെയും പറഞ്ഞു പറ്റിക്കില്ല. ഉം. 100% എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാനിത് ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു. ഞാൻ ഏതെങ്കിലും ഒരു ജനതയെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ എന്നെ ഇന്നത് പറഞ്ഞവനല്ലേ, നീ അത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലിക്കോളൂ. ഉം. ഇത് ജയിച്ച് കഴിഞ്ഞ് വരുന്ന അഖിൽമാരെ നിങ്ങൾക്ക് തല്ലാം, പറഞ്ഞ് പറ്റിച്ചാലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മനുഷ്യനെയും ഒരു സാധാരണക്കാരനെയും ഞാൻ പറഞ്ഞു പറ്റിക്കില്ല. രാഷ്ട്രീയത്തിൽ എല്ലാ ജനപ്രതിനിധികളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അതിപ്പോൾ എൻ ഡി എയുടെ കാഴ്ചപ്പാട് വികസനമാണ്. നരേന്ദ്രമോദി ഇന്ന് രാജ്യത്ത് കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ മറ്റൊരാൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാണെന്ന് എനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യകാരണങ്ങൾ നിരത്തി എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ ഞാൻ പഠിച്ചത് ഫാത്തിമ കോളേജിലാണ്, കൊല്ലം. അപ്പോൾ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ആദ്യം ഫാത്തിമ കോളേജിലേക്ക് പോകുന്നത് മീറ്റർ ഗേജ് ട്രെയിനിലാണ്. മീറ്റർ ഗേജ് പാതയുണ്ട്, പഴയ പാത. ആ സമയത്താണ് ഈ മീറ്റർ ഗേജ് പാത ഇളക്കി പുതിയ ബ്രോഡ് ഗേജ് വരുന്നത്. ഈ പുതിയ ബ്രോഡ് ഗേജ് വരുന്ന സമയത്ത് 2006 മീറ്റർ ഗേജ് ഇളക്കി ബ്രോഡ് ഗേജ് വരുന്നു. അന്നേരം ഈ കൊല്ലത്ത് നിന്ന് പുനലൂർ വരെയുള്ള പാതയിലാണ് ഈ പണി നടക്കുന്നത്. പുനലൂർ മുതൽ കൊല്ലം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 45 കിലോമീറ്ററാണ്. ഈ 45 കിലോമീറ്ററിനിടയ്ക്ക് പറയത്തക്ക വലിയ പാലങ്ങളോ അല്ലെങ്കിൽ കുന്നുകളോ മലകളോ കാടോ ഒന്നുമില്ല. അതിപ്പം നോർമലി നമ്മൾ റെയിൽ ഇളക്കണം, പഴയ റെയിൽ ഇളക്കി കളയണം, മെറ്റലുകൾ ഇട്ട് വീതി കൂട്ടണം, അതിന് മുകളിൽ പുതിയത് വെച്ച് സ്ഥാപിക്കണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് UPA സർക്കാരിന് ഏകദേശം 8 വർഷം എടുത്തു. അത് കഴിഞ്ഞ് പുനലൂരിൽ നിന്നും ചെങ്കോട്ട വരെ കിടക്കുന്ന റെയിൽ പാതയുണ്ട്. അതെന്ന് പറയുന്ന കാടിനുള്ളിലൂടെ പോകുന്ന റെയിൽ പാതയാണ് പലതും. ആര്യങ്കാവ് ചുരമുണ്ട്, അതായത് നമ്മുടെ മല തുറക്കണം. അതുപോലെ 13 കണ്ണറ പാലമുണ്ട്. ഇതിന് വീതി കൂട്ടണം. അപ്പോൾ ഇങ്ങനെ അതിസങ്കീർണമായ അതികഠിനമായ പ്രോസസ്സുകൾ ആരംഭിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്.
ഈ വളരെ എളുപ്പത്തിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചെയ്യേണ്ടിയിരുന്ന ഒരു ഭാഗം ചെയ്തു തീർക്കാൻ UPAക്ക് 8 വർഷം എടുത്തെങ്കിൽ അടുത്ത 2-2.5 വർഷം കൊണ്ട് അതികഠിനമായിട്ടുള്ള ഏരിയ പൂർത്തിയാക്കാനും അതിൽ കൂടുതൽ കിലോമീറ്റർ പൂർത്തിയാക്കാനും ഈ സർക്കാരിന് വളരെ കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. ഇത് UPA ചെയ്യാൻ തുടങ്ങിയായിരുന്നുണ്ടെങ്കിൽ ഇന്നും പൂർത്തിയാവത്തില്ലായിരുന്നു. കാര്യം നമ്മൾ എല്ലാ പദ്ധതികളും കോൺഗ്രസ് പദ്ധതി കൊണ്ടുവന്നില്ലെന്നോ അവർ ഈ രാജ്യത്തെ നശിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു സഞ്ജു സാംസനെ വേൾഡ് കപ്പിൽ കളിപ്പിക്കണം. അപ്പോൾ അത് പറയുന്നത് ആ ഇറങ്ങുന്ന ഓപ്പണർ ശുഭ്മാൻ ഗിൽ മോശമായതുകൊണ്ടാണോ? അല്ല, ശുഭ്മാൻ ഗില്ലിനേക്കാളും മികച്ച ആളായിട്ട് സഞ്ജു ഒരു പക്ഷേ 2020 പെർഫോം ചെയ്യുന്നത് വെച്ചിട്ടാണ്. അതേസമയം ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പം സഞ്ജുവിനേക്കാളും കുറച്ചും കൂടെ നല്ല പ്ലെയർ ആയിരിക്കും ശുഭ്മാൻ ഗിൽ. അല്ലെങ്കിൽ നമ്മളിപ്പം ചിലപ്പോൾ പറയും ഫിനിഷറായിട്ട് ധോണി ഇറങ്ങുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ യുവരാജ് നമ്മൾ 2011 വേൾഡ് കപ്പിൽ യുവരാജ് ഇറങ്ങേണ്ട പൊസിഷനിലാണ് ധോണി ഇറങ്ങാൻ പോകുന്നത്. അപ്പം ധോണി തന്നെ പറയുന്നുണ്ട് മുരളീധരനാണ് ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മുരളീധരനെ എനിക്ക് ചെന്നൈ ടീമിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ ഞാൻ ഇറങ്ങാമെന്ന് കരുതി സെമി ഫൈനൽ വരെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത യുവരാജിൻ്റെ സ്ഥാനത്ത് സെമി ഫൈനൽ വരെ പരാജയപ്പെട്ട ധോണി പോയി ഇറങ്ങുകയാണ്. അപ്പോൾ ആ തീരുമാനം അവിടെ സക്സസ് ആയി മാറിയപ്പോൾ രാജ്യത്തിന് ഒരു വേൾഡ് കപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ യുവരാജ് മോശമായത് കൊണ്ടാണ് ധോണി ഇറങ്ങിയത്? അല്ല, യുവരാജിനേക്കാളും ആ സിറ്റുവേഷനെ കുറച്ചുകൂടെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ അയാൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ പ്രവർത്തിച്ചവർ മോശമായതുകൊണ്ട് ഒരാൾ മാറി വരണമെന്നല്ല ഞാൻ പറയുന്നത്, അവരെക്കാളും ബെറ്ററായിട്ട് നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഓരോ ആൾക്കാരുടെ ചേഞ്ചസ്, ഓരോ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MBയെ പോലെ മനോഹരമായി സംസാരിക്കാൻ ഒരു പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന MBക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഓരോരുത്തരും വ്യത്യാസമുണ്ട്. അപ്പം ഇത് തന്നെയാണ് സർക്കാരിൻ്റെ നയങ്ങളിൽ വ്യത്യാസമുണ്ട്. സർക്കാരിൻ്റെ പോളിസീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അവരുടെ ടോട്ടാലിറ്റിയിലുള്ള തീരുമാനങ്ങൾ, അത് നടപ്പിലാക്കുന്ന വേഗത. കാര്യം ഇത് അഴിമതിയില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ അഴിമതിയുടെ കുത്തരങ്ങാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്. അപ്പം സിസ്റ്റം പക്കയാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നരേന്ദ്രമോദി പറയുകയാണ് NDA അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, മറ്റവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം അഖിൽമാരാർ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്, ഞാൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അഖിൽമാരാറെ ബിഗ് ബോസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതുകൊണ്ട് വോട്ട് ചെയ്യാം. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ബിഗ് ബോസിൽ കണ്ട പെർഫോമൻസ് വെച്ചിട്ട് നമുക്കൊരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരിക്കലും പറ്റില്ല. അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ പോലും ഇതിൽ നമ്മുടെ ജീവിതം കൂടിയുണ്ട്. ഒരാളുടെ സ്വഭാവത്തിലുള്ള എൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് അയാളുടെ നല്ല ഗുണങ്ങളും കൂടെ നോക്കി നമ്മൾ ഇഷ്ടപ്പെടും. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഗുണങ്ങളിലൊന്നാണ് ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, കള്ളം കാണിക്കാതിരിക്കുക എന്നുള്ളത്, കള്ളത്തരം പറയാതിരിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ അത്യാവശ്യം വേണ്ട സ്പേസുകളിൽ ഇടപെട്ട് സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കയ്യിലുള്ളത് മറ്റൊരുവിന് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ബിഗ് ബോസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ കയറിയ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞാണല്ലോ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നത്. ഒരു പക്ഷേ ബിഗ് ബോസ് ആ സമയത്ത് കണ്ട എല്ലാവർക്കും അറിയാം. അതിഭീകരമായ ഹെയ്റ്റ്, പിന്തുണയ്ക്കാൻ ആരുമില്ല. കാര്യം ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പറഞ്ഞൊരാൾ, ബിഗ് ബോസിൽ പോകില്ല എന്ന് പറഞ്ഞൊരാൾ, റോബിനെ പോലെ ബിഗ് ബോസിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അതുവരെയുള്ള ബിഗ് ബോസിൽ ഒരു സൂപ്പർ സ്റ്റാറിനെതിരെ പറഞ്ഞിട്ട് കയറിപ്പോകുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ്സിൽ നിന്ന് അകത്ത് കയറുന്ന എന്നെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താക്കാൻ വേണ്ടി റിനീഷ ഒരു മാല കൊണ്ട് കഴുത്തിലിടുന്നു, ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാം പുറത്തുനിന്ന് എനിക്ക് എന്തായാലും വോട്ട് കിട്ടാൻ പോകുന്നില്ല, ഹൗസിനുള്ളിലും എന്നെ പുറത്താക്കാൻ തീരുമാനിച്ചു. അവിടെ പുറത്താകുമെന്ന് പേടിച്ച് ഞാൻ ഒരു കള്ളത്തരം കാണിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറയുമായിട്ടാണ്. അപ്പം ഞാനും നാദറയും തമ്മിലുള്ള ആ ടാസ്ക് കണ്ട ജനത്തിനറിയാം ഞാൻ സ്വയം തോൽക്കാൻ തീരുമാനിച്ചവനാണ്. ഞാൻ നാദറയോട് പറയുന്നത് നീ ജയിക്കാനാണ് പറയുന്നത്. നാദറ ആക്ച്വലി സേഫ് സോണിലാണ്, പക്ഷേ ഞാനുമായിട്ട് തോറ്റ, ഞങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ട ടാസ്ക്കാണ്. ഞങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ നാദറ അടുക്കി പറക്കി വെക്കുന്ന കട്ട എന്നെക്കാട്ടിയും കുറവാണെങ്കിൽ അവൾ തോറ്റുപോകും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കട്ട പറക്കാൻ പോകുമ്പോൾ അവളോട് ഞാൻ പറയുന്നത് കട്ടയുടെ കളർ നീ നോക്കണ്ട, നിൻ്റെ കട്ട തന്നെ തോനെ ഞാൻ പറക്കിക്കൊണ്ട് വന്നോളാം, പക്ഷേ നമ്മളെ ടീം ജയിക്കണം. അവിടെ എൻ്റെ ഐക്യം, അതായത് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാതെ ആ ഒരു സിസ്റ്റത്തിന് വേണ്ടി, ആ ഒരു ടീമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഞാൻ തോറ്റാലും കുഴപ്പമില്ല, നമ്മളോട് ഞാൻ പറയുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് കേൾക്കാം. എനിക്ക് പുറത്തായി പോകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഞാൻ ആ മത്സരത്തിൽ ഞങ്ങൾ ടീം വിജയിച്ചു. ടീം വിജയിച്ചപ്പോൾ എനിക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. അവിടെ ഞാൻ പെർഫോം ചെയ്ത് വിജയിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതായത് ആരും എന്നെ ഒഴിവാക്കിയതല്ല, ഞാൻ ആരെയും ചതിച്ചതുമല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് അപ്പോഴാണ് ജനത്തിന് എന്നെ മനസ്സിലാവുന്നത്. അതിനുശേഷം മുന്നോട്ട് പോയപ്പോൾ
എന്നെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. ഞാൻ ചെയ്യാത്ത തെറ്റിന് തലകുത്തി നിന്നാലും ഞാൻ മാപ്പ് പറയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുക്കുന്നു. അതേസമയം ഞാൻ ഒരുപാട് പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന സമയത്തൊക്കെ ഒരാളോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒരാളെ വിഷമിപ്പിച്ചു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ അവരെ പോയി കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറയും. അപ്പം ഞാൻ ഒരാളെയും വെറുപ്പിക്കാൻ അവിടെ നിൽക്കുന്നില്ല. എന്നോട് ശത്രുത കാണിക്കുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ സ്നേഹത്തോടാണ് പെരുമാറുന്നത്. ഇപ്പോൾ എന്നെപ്പറ്റി ഒരാൾ കുറ്റം പറയുമ്പോഴും ഞാൻ പുറത്ത് മാറിയിരുന്ന് അവരെപ്പറ്റി നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങളാണത്. അതേപോലെ ഇല്ലാത്ത തെറ്റിൻ്റെ പേരിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തത് ജനം കണ്ടതുകൊണ്ടാണ് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ജനത്തിന് തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറയുന്നത് കണക്കൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതാണ്.